ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ മക്കളെ, നമുക്കറിയാം നമ്മളെല്ലാവരും കാത്തിരുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഓൾറെഡി നമുക്ക് വന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയണം. നമ്മളെല്ലാവരും വിചാരിക്കും ഇപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു, ഇനി നമുക്ക് അപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത് ഏത് ഡിസ്ട്രിക്റ്റിലാണ് നമ്മൾ കൂടുതലും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക. ഇതെല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ്. എങ്ങനെയാണ് നമ്മൾ ഏത് പോസ്റ്റ് നമുക്കിപ്പം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആകുമ്പോഴേക്കും ഏത് ജില്ലയിലായിരിക്കും നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുക, എവിടെ ആയിരിക്കും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടുക, ഇതൊക്കെ നമ്മളുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ഒരു ചിന്തയാണ്. അപ്പോൾ നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കാം. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഒരുപാട് പേര് നമുക്ക് സ്വപ്നം കാണുന്ന ഒരു ജോലിയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മുടെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 571/2025 നമ്മുടെ കാറ്റഗറി നമ്പർ വരുന്നത്. 15-ാം തീയതിയായിരുന്നു. ഓൾറെഡി മിന്റ് PSC ഓൾറെഡി നിങ്ങൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ 15-ാം തീയതിയാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതെന്നൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന് ലാസ്റ്റ് ഡേറ്റും കൊടുത്തിട്ടുണ്ട് 14/1/2026. അതായത് നമ്മളുടെ ഈ വർഷം അവസാനിക്കുകയാണ്, നമുക്ക് 2026 തുടങ്ങുകയാണ് ജാനുവരിയിൽ. അന്ന് നമ്മൾ 14-ാം തീയതി അതായത് ജാനുവരി 14-ാം തീയതി വരെ നിങ്ങൾക്ക് സമയമുണ്ട് നമ്മളുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നുണ്ട്. കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിടുക. പിന്നെ കൺഫർമേഷൻ വരുമ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, മറക്കാതെ കൺഫർമേഷനും കൊടുക്കാനും നിങ്ങൾ ഓർക്കുക. ഇത് നമുക്ക് വരുന്ന ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ്. ഇതിലാണ് നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഇത് വരുന്നത്. നമ്മുടെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 23,700 രൂപ മുതൽ 52,600 രൂപ വരെയാണ് നമ്മളുടെ സ്കെയിൽ ഓഫ് പേ. ഇത് നമുക്കറിയാം, നമ്മളുടെ HRAയും അതുപോലെ DA ഒക്കെ വരുമ്പോഴേക്കും ഇതിനെ നമുക്ക് കുറച്ചും കൂടി എന്തായിരിക്കും സാലറി നമ്മളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ നമുക്ക് എന്താണ് എല്ലാ ആനുകൂല്യങ്ങളും നിറഞ്ഞ ഒരു ജോലിയാണ് നമ്മളുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അതായത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നല്ലൊരു സർക്കാർ ജോലിക്കാരൻ എന്ന് പറയുമ്പോൾ എല്ലാ വിധത്തിലുള്ള എല്ലാ ആനുകൂല്യവും, പെൻഷൻ ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് ഈ പോസ്റ്റിന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും ഒരുപാട് പേര് ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം നല്ല ഒരു പോസ്റ്റാണ്, ജോലിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ, നമുക്കിപ്പോൾ ക്ലറിക്കൽ നമുക്ക് ഓഫീസിലായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് ഫീൽഡിലായിക്കോട്ടെ ഈ ഒരു രീതിയിൽ വരുന്ന ജോബാണ്. അതും ഒരു 10 മണി തുടങ്ങി 5 മണി വരെയാണ്. നിങ്ങൾക്ക് ഓഫീസിൽ തന്നെ ഇരിക്കാൻ താല്പര്യമില്ല, കുറച്ച് ഫീൽഡിൽ പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ജോലിയാണ് നമ്മളുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നമ്പർ ഓഫ് വാക്കൻസി ഡിസ്ട്രിക്ട് വൈസ് ആണ്. നമുക്കറിയാം ഓരോ ജില്ലയിലും ബേസ് ചെയ്തിട്ടാണ്. കേരളത്തിലെ 14 ജില്ലയിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ഒരു കാര്യം ഓർത്തിരിക്കുക, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ PSC പഠിക്കാന്നൊക്കെ പറയും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ നമ്മുടെ സ്വന്തം ജില്ലയിൽ തന്നെ നമ്മൾ ജോലി ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടാണ് ഇഷ്ടം. അപ്പൊ ആ വീട്ടിൽ തന്നെ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ജോലിക്ക് പോകണം. നമ്മൾ ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ PSC പഠിച്ച് നടന്നിട്ടുണ്ടാകും അല്ലെ, പഠിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മളുടെ അടുത്ത് നമുക്ക് വീട് വിട്ട് പോകാൻ താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ആ ഒരു വില്ലേജിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ജോലി ചെയ്യാന്നുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഡിസ്ട്രിക്ട് വൈസ് ആയി നോക്കുമ്പോൾ എന്താണ്, നമ്മുടെ തിരുവനന്തപുരം തുടങ്ങി നമ്മുടെ കാസർഗോഡ് വരെയാണ് നമ്മളുടെ ഈ പറയുന്ന എല്ലാ ജില്ലകളിലേക്കുമായിട്ടാണ് നമ്മളുടെ ഈ ഒരു വാക്കൻസി വിളിച്ചിരിക്കുന്നത്. ഇതിന് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് നമ്മളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് റിലാക്സേഷൻ വരുന്നുണ്ട്. OBC കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 3 വർഷവും, അതുപോലെ SC ST കാറ്റഗറി ആണെങ്കിൽ 5 വർഷവുമാണ് നമ്മളുടെ ഏജ് ലിമിറ്റ് വരുന്നത്. അത് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് 2/1/1989 1/1/2007 നടുക്ക്, അതായത് ആ ഒരു ബിറ്റ്വീനിലാണ് ജനിച്ചവർക്കാണ്. അതാണ് 18 വയസ്സ് 36 വയസ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് കൂടാതെയാണ് 3 വർഷം OBC കാറ്റഗറിക്കും SC ST കാറ്റഗറിക്ക് 5 വർഷവും നമുക്ക് ഇളവ് തന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ തന്നിരിക്കുന്നതാണ് പാസ് ഇൻ SSLC, അതായത് 10ാം ക്ലാസ് പാസ്സായി എല്ലാവർക്കും മക്കളെ ഈ ഒരു എക്സാം എഴുതാനായിട്ട് സാധിക്കുന്നതാണ് അല്ലേ. അപ്പൊ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇപ്പൊ മറ്റ് ഇതൊക്കെ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചില റെസ്ട്രിക്ഷൻസും കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഈ ഒരു പോസ്റ്റിന് യാതൊരു റെസ്ട്രിക്ഷൻസ് ഇല്ല. നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടോ എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ എക്സാം എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 14/1/2025. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ
അഡ്വൈസുകൾ, അതായത് കഴിഞ്ഞ തവണ നമുക്ക് വിളിച്ചിരിക്കുന്ന നമ്മൾ എലിജിബിലിറ്റി അസിസ്റ്റന്റ് നമുക്ക് പോയിരിക്കുന്ന അഡ്വൈസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ 164 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. നമുക്കറിയാം നമ്മളുടെ പരീക്ഷ കഴിഞ്ഞ് നമ്മളുടെ കാലാവധി എന്ന് പറയുന്നത്, റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്നത് 3 വർഷമാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലിസ്റ്റിന്റെ കാലാവധി നമുക്ക് 2027 നമുക്ക് വരുന്നത്. കൊല്ലം ആണെങ്കിൽ 99 പേർക്കാണ് വന്നിരിക്കുന്നത്, 2027 അതിന്റെ കാലാവധി. പത്തനംതിട്ട 66 പേർക്ക്, ആലപ്പുഴ 85 പേർക്ക്, കോട്ടയം 110 പേർക്ക്, ഇടുക്കി 55 പേർക്ക്, എറണാകുളം 174 പേർക്ക്, തൃശ്ശൂർ 198 പേർക്ക്, പാലക്കാട് 161, മലപ്പുറം 151 പേർക്കാണ്. അതുപോലെ എന്താണ് കോഴിക്കോട് 98 പേർക്ക്, വയനാട് 25 പേർക്ക്, കണ്ണൂർ 155 പേർക്ക്, കാസർഗോഡ് 63 പേർക്കാണ്. അത് നമ്മളുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2027 2026 എന്നുള്ളത്, അതായത് അടുത്ത വർഷവും അതിന്റെ അടുത്ത വർഷമായിട്ടാണ് കാലാവധി നമുക്ക് തീരുന്നത്. അത് കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് വേണം, ഇപ്പൊ വിളിച്ചിരിക്കുന്ന നമ്മളുടെ ഈ എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കണം, ആളുകളെ അപ്പോയിന്റ്മെന്റ് നമ്മൾ കൊടുത്തിരിക്കണം, അഡ്വൈസ് കൊടുത്തിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ ഈ ഒരു ലിസ്റ്റ് നോക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും കുറവ് നമുക്ക് വന്നിരിക്കുന്നത് എവിടെയാണ്, വയനാട് ജില്ലയിലാണ്. ബാക്കി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 മുകളിലായിട്ടാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിലാണ് 198 പേർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ട്രിവാൻഡ്രം 164 പേർക്ക് വരുന്നുണ്ട്, കണ്ണൂർ 155 പേർക്ക്, എറണാകുളത്ത് 174 പേർക്ക്. ഇതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് മിസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മളുടെ നമ്മളുടെ ഫാമിലി ആയിട്ടും അതുപോലെ നമ്മുടെ കൂട്ടുകാരോടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനും, എന്നാൽ അതനുസരിച്ച് നല്ല സാലറിയും ഒരു നല്ലൊരു നമുക്കറിയാം നമുക്കൊരു സ്ഥിര വരുമാനം എന്ന രീതിയിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഏത് ജില്ലയാണെന്നുള്ളതിലല്ല, നിങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ പഠിക്കുന്നു, നിങ്ങളുടെ നാട്ടിൽ തന്നെ നിങ്ങൾ ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ചും കൂടി നല്ലത്. ഇനി നിങ്ങൾക്ക് വേറെ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നോക്കാം. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ലിസ്റ്റിൽ വരാൻ വേണ്ടി പറ്റുള്ളൂ. മിസ് എപ്പോഴും പറയുന്നതാണ്, നമ്മളെ ടൈം കളയാതെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പഠിക്കാം. എന്നിരുന്നാൽ മാത്രമേ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ, ഇതിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100-നുള്ളിൽ നമ്മൾ എന്തായാലും നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ വന്നിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നുള്ള സ്വപ്നം നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിച്ച് ഒരു 100-നുള്ളിൽ എനിക്ക് റാങ്ക് വേണം എന്നുള്ള ഉറപ്പോട് കൂടി തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് മിന്റ് PSC എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ. ഇത് നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. അത് ശരിയാണ് അല്ലേ? നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് പറ്റുള്ളൂ. മിന്റ് PSCയുടെ പുതിയ കോഴ്സിലേക്ക് എല്ലാവരും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, നമ്മളുടെ മെന്റർഷിപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്താൽ പോകുന്നത്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു ടൈം ടേബിൾ ഫോളോ അപ്പ് ചെയ്തായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാവരും തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാണ്ട് ശ്രമിക്കാം. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെക്കാ നമ്പറിലേക്ക് വിളിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്ലേ സ്റ്റോറിൽ മിന്റ് PSCയുടെ ആപ്പ് ഉണ്ടാവും, അതിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ RH005 എന്ന കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങാം, ഇപ്പോഴേ തുടങ്ങിക്കോ. എന്തിനാൽ മാത്രമേ നമുക്ക് ജോലി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അങ്ങനെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു ഓൾ.